ഇന്നത്തെ ഏറ്റവും പുതിയ തുടരും വാർത്തകളിലേക്ക് ഒരിക്കലും സ്വാഗതം. തുടരും സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 175 കോടിയും പിന്നിട്ട് 178 കോടിക്കടുത്തേക്ക് എത്തപ്പെട്ടതോടെ ഒരു മലയാളം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി ഇപ്പോഴത്തെ ലാലേട്ടൻ സിനിമ മറികടന്നിരിക്കുകയാണ്. അത് 2 വർഷം മുന്നേ ഇതേ സമയം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരുന്ന 2023 മെയ് 5 തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ്. സിനിമ 175 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ഇപ്പോഴത്തെ പ്രളയവും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കവും മഴയും ഒക്കെ ആയിട്ട് തിയേറ്ററുകളിലെ അത് 2018 ഫൈനൽ കളക്ഷൻ ഉരുൾപൊട്ടൽ മഴ ഒക്കെ ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും മറികടന്നിരിക്കുകയാണ്. അങ്ങനെ ലാലേട്ടന്റെ തുടരും മലയാളത്തിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത 3 സിനിമകളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് എത്തപ്പെട്ടിരിക്കുന്നു. ആദ്യ 2 സ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം എമ്പുരാനും 2-ാം സ്ഥാനം അനിമൽ ബോയ് സിനിമയാണ്. അങ്ങനെ 2018 വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് മറികടന്ന തുടരും എന്ന ലാലേട്ടൻ സിനിമയ്ക്ക് ഇനി മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം 2018 കേരള ഫൈനൽ കളക്ഷൻ മറികടക്കുക എന്നതാണ്. അത് മറികടന്നിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകർ അറിയിച്ചതാണല്ലോ. ഇപ്പോഴത് സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷൻ ട്രെൻഡാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഇന്നത്തെയും നാളത്തെയും സിനിമയുടെ കേരള പ്രൈസൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഈ വീഡിയോയിലൂടെ സിനിമയുടെ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെ കേരള പ്രൈസൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം ശനിയാഴ്ച 56 ലക്ഷത്തിന് മുകളിലും ഞായറാഴ്ച 48 ലക്ഷത്തിന് മുകളിലും ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് വന്ന കണക്കുകൾ പ്രകാരം സിനിമ പ്രീസെൽ കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട മലയാളം സിനിമകൾ ഈ ആഴ്ച പുതുതായിട്ട് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പറഞ്ഞ പ്രീസെൽ ശനി ഞായർ ദിവസങ്ങളിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ പ്രീസെൽ കളക്ഷൻ സൂചിപ്പിക്കുന്ന ട്രെൻഡ് സിനിമ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ തന്നെ 90 കോടി കേരള ഗ്രോസ് നേടിയെടുക്കുമെന്നാണ്. കാത്തിരിക്കും അടുത്ത റിപ്പോർട്ടുകൾക്ക്.